അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസും പ്രസൻറ്റ് ടെൻസസ് ഫോർ സബ് ടെൻസസ് ആർ ഡിസ്കസ്ഡ് in the tense class 1. So here I am going to discussing about simple past tense. സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാസ്റ്റ് ടെൻസ് 4 തരം ഉണ്ടെന്ന് പറഞ്ഞു. There are 4 types of past tense: simple past, past continuous, past perfect continuous. അതിൽ ഒന്നാമത്തതാണ് സിമ്പിൾ പാസ്റ്റ് എന്നുള്ളത്. അവിടെ അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യുക എന്നുള്ളത്. ഫോർമാറ്റാണത്. സബ്ജക്റ്റ് പ്ലസ് സെക്കൻഡ് വേർബ്. കണ്ടില്ലേ, സെക്കൻഡ് വേർബ് എന്ന് വെച്ചാൽ V2 ആണ് ചേർക്കേണ്ടത്. സബ്ജക്റ്റിൻ്റെ ഒപ്പം V2 ചേർത്താൽ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് കിട്ടുന്നത്. പ്ലസ് ഒബ്ജക്റ്റ്, ഒപ്പം എന്തും വേണം, ഒബ്ജക്റ്റ് വേണം. ഞാൻ നേരത്തെ എല്ലാ ഇതിലും നിങ്ങൾ ഒബ്ജക്റ്റിനെ കാണാം, കാരണം നമ്മുടെ ഇംഗ്ലീഷ് സെൻറ്റൻസ് എന്നുള്ളത് സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്ന പാറ്റേണിലാണ് പോകുന്നത്. അതുകൊണ്ടാണ്. സോ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, അതുകൊണ്ട് കൂടുതൽ നമ്മൾ പറയണ്ട. സോ സബ്ജക്റ്റ് പ്ലസ് സെക്കൻഡ് വേർബ് ഓർ V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ് സിമ്പിൾ പാസ്റ്റ്. ഇനി എന്താണ് സിമ്പിൾ പാസ്റ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് പാസ്റ്റിൽ ഇപ്പോൾ ഒരു സെക്കൻഡ് മുന്നേ അല്ല ഒരു മിനിറ്റ് മുന്നേ കഴിഞ്ഞു പോയ അല്ല ഒരു മണിക്കൂറുകൾ മുന്നേ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അല്ല ഒരു ദിവസം മുന്നേ, അല്ല ഒരാഴ്ച മുന്നേ, അങ്ങനെ ജസ്റ്റ് പാസ്റ്റ് ആക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമ്പിൾ പാസ്റ്റിൽ പറയാം. ജസ്റ്റ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ. അതിൽ കുറച്ച് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹീ സ്പോക്ക്, അവൻ സംസാരിച്ചു. ഐ സ്പോക്ക്, ഞാൻ സംസാരിച്ചു. യു സ്പോക്ക്, നിങ്ങൾ സംസാരിച്ചു. ദേ സ്പോക്ക്, അവർ സംസാരിച്ചു. വി സ്പോക്ക്, ഞങ്ങൾ സംസാരിച്ചു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് സിമ്പിൾ പാസ്റ്റിലാണ്. ഒരുപാട് എക്സാമ്പിൾ നമുക്ക് ഉണ്ടാക്കാം. സബ്ജക്റ്റിൻ്റെ ഒപ്പം V2 ആണ് ചേർക്കേണ്ടത് എന്നുള്ള ഓർത്ത് വെക്കണം. അതാണ് സിമ്പിൾ പാസ്റ്റ്. ജസ്റ്റ് പാസ്റ്റ് ആക്ഷനൊക്കെ നമ്മൾ സിമ്പിൾ പാസ്റ്റിലാണ് പറയുക. അടുത്ത പാസ്റ്റിൽ രണ്ടാമത്താണ് പാസ്റ്റ് കണ്ടിന്യൂസ്. അവിടെ അതിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് ഫസ്റ്റ് വേർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. അതായത് സബ്ജക്റ്റിൻ്റെ ഒപ്പം വാസും വേറും മാറ്റണം. സബ്ജക്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. സബ്ജക്റ്റ് ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ലേ, എന്താണ് സബ്ജക്റ്റ് ഐ ആണോ, അയ്യോ, ഹീയോ, അല്ലെങ്കിൽ ഷീ, അല്ലെ ഇറ്റ്, അല്ലെ എനി നെയിം, ഏതെങ്കിലും ഒരു പേരുകൾ, അത് എന്താണ് ജെൻസ് ആയിക്കോട്ടെ ലേഡീസ് ആയിക്കോട്ടെ ഏത് പേരായിക്കോട്ടെ, അതിപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ വാസാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ അഭിനവ് വാസ് എന്നാ പറയുക, ഷീ വാസ് എന്നാ പറയുക, ഹീ വാസ് എന്നാ പറയുക, ഐ വാസ് എന്നാ പറയുക. ദേ വാസ് ഒരിക്കലും നമ്മൾ പറയൂല. അതാണ് സബ്ജക്റ്റിനൊപ്പം വാസും വേറും മാറ്റണം. ഇപ്പോൾ സബ്ജക്റ്റ് വി ആണെങ്കിൽ വേറ് കൊടുക്കുക, ദേ ആണെങ്കിൽ വേറ്, യു ആണെങ്കിൽ വേറ്, പ്ലൂറൽ നൗൺ വെച്ചാൽ ഒന്നിൽ കൂടുതൽ, അങ്ങനെയാണെങ്കിൽ വേറ്, അല്ല ഒന്നും ബാക്കിയുള്ള ഐ, ഹി, ഷീ, ഇറ്റ് ഇത്രയും ആണെങ്കിൽ വാസ് കൊടുക്കുക. അപ്പോൾ സബ്ജക്റ്റിനനുസരിച്ച് വാസും വേറും ചേഞ്ച് ചെയ്യുക. പ്ലസ് V1 ആണ് ഫസ്റ്റ് വേർബ് പ്ലസ് ING. അതായത് V1 പ്ലസ് ING. കാരണം നമുക്കറിയാം V1ൻ്റെ ഒപ്പം മാത്രമേ നമ്മൾ ING ചേർക്കുള്ളൂ, വേറെ ഒന്നിൻ്റെ ഒപ്പം ING ചേർക്കില്ല. ഗോയിങ്ങിനേ പറയുള്ളൂ, വെൻറ്റിങ്ങോ ഗോഡിങ്ങോ ഒന്നും പറയാറില്ല. സ്പീക്കിങ്ങിനേ പറയുള്ളൂ, സ്പോക്കിങ്ങോ അല്ലെ റിട്ടണിങ്ങോ അങ്ങനെ ഒന്നും നമുക്ക് പറയില്ല, റൈറ്റിങ്ങിനേ നമ്മൾ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ V1 പ്ലസ് ING. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് V1 പ്ലസ് ING ആണ് എന്ത്, പാസ്റ്റ് കണ്ടിന്യൂസ്. ഷീ വാസ് സ്പീക്കിംഗ്, യു വാസ് സ്പീക്കിംഗ്, അങ്ങനെയുള്ള കുറേ ഇത് നമുക്ക് കാണാം. അപ്പോൾ അതായത് പാസ്റ്റ് കണ്ടിന്യൂസിന് കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഷീ വാസ് സ്പീക്കിംഗ്, യു വർ സ്പീക്കിംഗ് എന്നുള്ളതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. അടുത്ത എക്സാമ്പിളാണ് ഐ വാസ് സ്പീക്കിംഗ്. അതിൻ്റെ ഒപ്പം അതിൻ്റെ ഒപ്പം നമ്മൾ സിംഗുലർ ആണ് ഐ, അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് വാസേ ചേർക്കണം. ദേ വർ സ്പീക്കിംഗ്, ദേ വർ സ്പീക്കിംഗ്, വി വർ സ്പീക്കിംഗ്, നമ്മൾ പറഞ്ഞു അതൊക്കെ. ഇനി എന്തിനാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ
നമുക്ക് നമ്മളെ പാസ്റ്റിൽ നമ്മളെ കഴിഞ്ഞു പോയ കാലങ്ങളിൽ അത് ഒരു മാസം മുന്നെയോ അല്ലെങ്കിൽ ഒരു വർഷം മുന്നെയോ നമ്മളൊരു ആക്ഷൻ ജസ്റ്റ് പാസ്റ്റിൽ നമ്മൾ ഒരു ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, അത് ഇപ്പോഴും കണ്ടിന്യൂ ആണ്. നമ്മൾ പഠിക്കുന്നതൊക്കെ പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയേണ്ടതാണ്, ഏകദേശം പാസ്റ്റ് കണ്ടിന്യൂസിലൊക്കെ പറയേണ്ടതാണ്. നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ആക്ഷൻസൊക്കെ പാസ്റ്റ് കണ്ടിന്യൂസിലാണ് പറയേണ്ടത്. അടുത്തതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. അതിൻ്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ്. നമ്മൾ നേരത്തെ പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഏതാണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആയിരുന്നു. അവിടെ ഹാസും ഹാവും ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റിൽ ഒന്നേ ഉള്ളൂ, സബ്ജക്റ്റിൻ്റെ ഒപ്പം ഹാഡ് മാത്രം. അപ്പോൾ നമുക്ക് ഈസിയാണ്, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഹാഡാണ് ചേർക്കേണ്ടത്. പിന്നെ ഹാസ്, ഹാവ്, ഹാഡ് ഈ മൂന്നെണ്ണം നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും V3 ചേർക്കാവൂ. V2 V1 ചേർത്താൽ അത് തെറ്റാവും. നമുക്ക് ടെൻസൊക്കെ തന്നിട്ട് എന്താണ് ഫൈൻഡ് ഔട്ട് ദ എറേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഹാസും ഹാവും ഹാഡും ഒക്കെയാണ് അതിൽ കൂടുതൽ കാണുക. അതിൻ്റെ ഒപ്പം V2 V1 ഒക്കെ ചേർത്ത് തരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഹാസ്, ഹാവ്, ഹാഡ് ഇതൊക്കെ പെർഫെക്റ്റ് ടെൻസിൻ്റെ ഭാഗമാണ്. പെർഫെക്റ്റ് ടെൻസാണ് വരുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ V1 V2 ചേർക്കാൻ പാടില്ല. V3 മാത്രമേ ചേർക്കാവൂ. വേറൊരു വെർബിൻ്റെ ഫോമിനെ കുറിച്ച് നമ്മളവിടെ ഓർക്കരുത്. ഓൺലി V3. അത് ഓർമ്മിച്ചെടുക്കണം, എവിടെയെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ്. ഈ ഹാഡ് സ്പോക്കൺ V3 ഫോം അല്ലേ. യു ഹാഡ് സ്പോക്കൺ, ഐ ഹാഡ് സ്പോക്കൺ, ദേ ഹാഡ് സ്പോക്കൺ, വി ഹാഡ് സ്പോക്കൺ ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി എന്തിനാണ് പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷൻ, നമ്മൾ പാസ്റ്റിൽ നടന്ന പോയിട്ടുള്ള ആക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും ആ ആക്ഷൻ്റെ ആഫ്റ്റർ എഫക്ട്സ് നമുക്കുണ്ട്. ഇപ്പോഴും നമ്മൾ ആ ആക്ഷൻ കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നുള്ളത് പ്രസൻറ്റിൽ മീൻസ് എന്താണ്, പ്രസൻറ്റിൽ ജസ്റ്റ് മുന്നേ കഴിഞ്ഞിട്ട് ഇപ്പോഴും അതിനെ കണ്ടിന്യൂ ചെയ്യില്ല. മീൻസ് ആ ഒരു ആക്ഷൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് തന്നെയാണ് പാസ്റ്റിൽ ഒരു ആക്ഷൻ കഴിഞ്ഞു, ആ ആക്ഷൻ്റെ ഇൻഫ്ലുവൻസ് നമുക്കിപ്പോഴും നമ്മളോടൊപ്പമുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഇപ്പം നമ്മൾ വേണ്ടപ്പെട്ടവരെ നമ്മളെ വിട്ടു പോകുന്നത്, അത് ഒരു വല്ലാത്ത മീൻസ് ആ ഒരു എഫക്റ്റ് നമുക്ക് ആഫ്റ്റർ പ്രസൻറ്റിൽ നമ്മളെ വല്ലാതെ എഫക്റ്റ് ചെയ്യും. നമ്മുടെ ഓരോ വളർച്ചയിലും നമ്മളെ എഫക്റ്റ് ചെയ്യും. കാരണം നമുക്ക് അവരുണ്ടെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പെർഫെക്റ്റിലാണ് പറയുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പെർഫെക്റ്റിലാണ് പറയുക. അതിനൊക്കെയാണ് ഈ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അധിക കാര്യങ്ങളും എഴുതുമ്പോൾ പെർഫെക്റ്റ് ടെൻസിലാണ് കൂടുതൽ എഴുതി കാണാറുള്ളത്. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V1 പ്ലസ് ING. സബ്ജക്റ്റ് ഹാഡ് ബീൻ. മുന്നേ എന്തായിരുന്നു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, സബ്ജക്റ്റ് ഹാസ് ഓർ ഹാവ്, ബീന് V1 പ്ലസ് ING. ഇവിടെ സബ്ജക്റ്റ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V1 പ്ലസ് ING. സോ അതിന് എക്സാമ്പിളാണ് ഈ ഹാഡ് ബീൻ സ്പീക്കിംഗ്, യു ഹാഡ് ബീൻ സ്പീക്കിംഗ്, ഐ ഹാഡ് ബീൻ സ്പീക്കിംഗ്. ഹാഡ് ബീൻ കാണുകയാണെങ്കിൽ സ്പീക്കിംഗ്, അങ്ങനെ വെച്ചാൽ ING ഫോം. ഹാഡ് മാത്രമാണെങ്കിൽ ഒരിക്കലും ഐ ഹാഡ് സ്പീക്കിംഗ് എന്നൊന്നും പറയരുത്, അതൊക്കെ തെറ്റാണ്. ദേ ഹാഡ് സ്പീക്കിംഗ് ഇല്ല, ദേ ഹാഡ് ബീൻ സ്പീക്കിംഗാണ് കൊടുക്കേണ്ടത്. അപ്പോൾ തെറ്റുകൾ നമുക്ക് തിരുത്താനും വെറുതെ ചുമ്മാ പഠിച്ച് ബൈ ഹാർട്ടായിട്ട് പോകാനല്ല, അപ്ലൈ ചെയ്യണം. നമ്മൾ അപ്ലൈ ചെയ്യാനാണ് പഠിക്കേണ്ടത്. വി ഹാഡ് ബീൻ സ്പോക്കൺ എന്നുള്ള കൊടുക്കൂ. ഇവിടെ ഇതിന് പകരം സ്പീക്കിങ്ങിന് പകരം സ്പോക്കൺ ആണെന്ന് വെക്കുക. അപ്പോൾ അവിടെ തെറ്റാണ് നമ്മൾ അറിയണം. സ്പോക്കൺ അല്ല, അവിടെ സ്പീക്കിംഗ് ആണ്. കാരണം ബീൻ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. ഇനി എന്താണ്, ചില സ്ഥലങ്ങളിൽ ഐ ഹാഡ് വാച്ചിങ് എന്ന് കാണും. അപ്പോൾ ഐ ഹാഡ് വാച്ചിങ്, ഹാഡിൻ്റെ ഒപ്പം ഒരിക്കലും വാച്ചിങ് വരില്ല. ഹാഡ് ബീൻ ആണെങ്കിൽ വാച്ചിങ് വരും, ഹാഡ് ഒരിക്കലും വാച്ചിങ് വരില്ല. അപ്പോൾ ഐ ഹാഡ് വാച്ച്ഡ് ആയിരിക്കണം, നമ്മൾ V3 ആയിരിക്കണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ച് ചെയ്യണം. അടുത്തത് സിമ്പിൾ ഫ്യൂച്ചറാണ് ഇവിടെ അടുത്ത് കാണിക്കുന്നത്. ഫ്യൂച്ചർ ടെൻസ് നമുക്കറിയാം. ഫ്യൂച്ചറിലും 4 തരം ഫ്യൂച്ചറിലും ടെൻസുകളുണ്ട്. അതിൽ സിമ്പിൾ ഫ്യൂച്ചറാണ് ഒന്നാമത്തത്. എന്താണ്, സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ ഫ്യൂച്ചർ,
സിമ്പിൾ ഫ്യൂച്ചറാണ് ഒന്നാമത്തത്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഫസ്റ്റ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റിൻ്റെ ഒപ്പം വില്ലും ഷാള്, വില്ലോ ഷാളോ അത് നമുക്ക് നമ്മുടെ കോയിൻസിഡൻസ് പോലെ വില്ലും ഷാൾ യൂസ് ചെയ്യാം. ഇന്നേതിൻ്റെ അടുക്ക വില്ല്, ഇന്നേതിൻ്റെ അടുക്ക ഷാൾ എന്ന് പറയുന്നില്ല. സബ്ജക്റ്റ് ഏതാണെങ്കിലും വില്ലോ ഷാളോ നമുക്ക് ചൂസ് ചെയ്യാം. ഒപ്പം V1 ആണ് വേർബ് എന്ന് ചിന്തിക്കണം. ഫ്യൂച്ചറാണ്, ഫ്യൂച്ചർ ടെൻസ് ആകുമ്പോൾ തീർച്ചയായിട്ടും V1 ആയിരിക്കും. സോ ഹി വിൽ സ്പീക്ക്, അവൻ സംസാരിക്കാൻ പോകുന്നു. യു വിൽ സ്പീക്ക്, നിങ്ങൾ സംസാരിക്കാൻ പോകുന്നു. ഐ ഷാൾ ഓർ ഐ വിൽ സ്പീക്ക്, ഞാൻ സംസാരിക്കാൻ പോകുന്നു. ദേ വിൽ സ്പീക്ക്, അവർ സംസാരിക്കാൻ പോകുന്നു. വി ഷാൾ സ്പീക്ക്, ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നു. അപ്പോൾ അത് പറഞ്ഞതെന്ന് വെച്ചാൽ അവർ വരാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ ആക്ഷൻ. നമുക്ക് ഇനി ജസ്റ്റ് മുന്നോട്ട് എന്താണോ വരുന്നത് അതിനെക്കുറിച്ച് പറയുകയാണ്. അടുത്ത ഫ്യൂച്ചറിൽ രണ്ടാമത്തെ ഇവിടെ കൊടുത്തത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ, നേരത്തെ പോലെ തന്നെ വിൽ ഓർ ഷാൾ പ്ലസ് ബി ഉണ്ട്. ബി ആണ് ഇവിടെ ഉള്ളത്. ബി പ്ലസ് ബി പ്ലസ് ഫസ്റ്റ് വേർബ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. കണ്ടില്ലേ, സബ്ജക്റ്റിൻ്റെ ഒപ്പം വില്ലോ ഷാളോ ചൂസ് ചെയ്യാം. ഒപ്പം എന്ത് ചേർക്കണം? ബി ചേർക്കണം. ബി ചേർത്ത് കഴിഞ്ഞാൽ ചിന്തിച്ചോളൂ, ഒരിക്കലും പിന്നെ V1 മാത്രം പോരാ, ING വേണം. ബീൻ്റെ ഒപ്പം ഐ വിൽ ബി വാച്ചിങ്, ഐ വിൽ ബി ഗോയിങ്, അങ്ങനെയല്ലേ നമ്മൾ ബി ഗോയിങ് എന്നൊക്കെ അല്ലേ. ബി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ING ഫോമേ ഉണ്ടാവുള്ളൂ. അതാണ് ഹി വിൽ ബി സ്പീക്കിംഗ്, യു വിൽ ബി സ്പീക്കിംഗ്, ഐ ഷാൾ ഐ വിൽ ബി സ്പീക്കിംഗ്, ദേ വിൽ ബി സ്പീക്കിംഗ്, വി ഷാൾ ഓർ വി വിൽ ബി സ്പീക്കിംഗ്. ഇതൊക്കെ നമ്മൾ ഫോർമാറ്റ് നമ്മൾ അതുപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്താലേ നമുക്ക് ചെയ്യാനാവുള്ളൂ, അല്ലാതെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. അതിൻ്റെ ഫോർമാറ്റ് ഇവിടെ ഉണ്ട്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ്. പെർഫെക്റ്റ് ഞാൻ എപ്പോഴും പറയും സോ ഹാവോ ഹേഡോ എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇവിടെ നമുക്ക് ഫ്യൂച്ചറിൻ്റെ കേസിൽ ഹാവ് മാത്രമേ ഉള്ളൂ. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3. ഹാവ് കഴിഞ്ഞാൽ നമുക്കറിയാം ഹാസും ഹാവും ഹാഡും കഴിഞ്ഞാൽ V3 യൂസ് ചെയ്യൂ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഫ്യൂച്ചറാണ് ടെൻസ് എന്ന് കണ്ടിട്ട് V3 ചൂസ് ചെയ്യാൻ നിങ്ങൾ മടിക്കരുത്. ഹാവ് നടുവിൽ വരുന്നുണ്ട്. ഹാവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും V3 ഉണ്ടാവുള്ളൂ. അതാണ് വി വിൽ ഹാവ് സ്പോക്കൺ, വി വിൽ ഹാവ് സ്പോക്കൺ. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ മീൻസ് കഴിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ ഫ്യൂച്ചറിലും അത് നടക്കുന്നുണ്ട്, ഫ്യൂച്ചറിലും അത് നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആക്ഷനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയാം. ഇത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിലും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആക്ഷൻ. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ ജസ്റ്റ് ഫ്യൂച്ചർ. ഇത്രയും കാര്യങ്ങളാണ്. അതിന് എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. യു വിൽ ഹാവ് സ്പീക്കൺ, ഐ വിൽ ഹാവ് സ്പോക്കൺ, ദേ വിൽ ഹാവ് സ്പോക്കൺ, വി ഷാൾ ഓർ വി വിൽ ഹാവ് സ്പോക്കൺ, അങ്ങനെയുള്ളത്. അടുത്ത ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. സബ്ജക്റ്റ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് V1. വില്ലും ഇവിടെ ഹാവേ നമ്മൾ ചിന്തിക്കണം. പാസ്റ്റിൽ പെർഫെക്റ്റ് ടെൻസിൻ്റെ അടുത്ത് ഹാഡ്, ഫ്യൂച്ചറിൽ ഹാവ്, പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഹാസും ഹാവും വരുന്നുണ്ട്. ഹാസ് ഹാവ് പ്ലസ് V3. പാസ്റ്റ് പെർഫെക്റ്റിൽ ഇപ്പോൾ നമുക്കൊരു ഒരു മിനിറ്റ് അല്ല, ഇത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു തരാം. അത് ജസ്റ്റ് ഒരു എന്താണ് ഒരു പേജിൽ നമുക്ക് പറഞ്ഞു തരാം. ഇങ്ങനെ എഴുതിയിട്ട് ഞാൻ കാണിച്ചു തരാം. അതൊക്കെ കഴിയട്ടെ. അപ്പോൾ എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ ഫോമാറ്റ്? സബ്ജക്റ്റ് ഉണ്ട്, വില്ലുണ്ട്, പ്ലസ് ഹാവ് ആണ്, പ്ലസ് ബീൻ പ്ലസ് V1 പ്ലസ് ING ആണ്. അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹി വിൽ ഹാവ് ബീൻ സ്പീക്കിംഗ്, യു വിൽ ഹാവ് ബീൻ സ്പീക്കിംഗ്, ഐ ഷാൾ ഓർ ഐ വിൽ ഹാവ് ബീൻ സ്പീക്കിംഗ്, ദേ വിൽ ഹാവ് ബീൻ സ്പീക്കിംഗ്, വി വിൽ ഹാവ് ബീൻ സ്പീക്കിംഗ്. അത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 12 ടെൻസിൻ്റെ ഫോർമാറ്റാണ് ഇപ്പോൾ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് തരും. കുറച്ച് പ്രയാസങ്ങളുള്ള ഭാഗമാണ്. ബൈ ഹാർട്ട് അതുപോലെ തന്നെ പഠിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ. കാരണം അത് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടല്ലേ ഞാനീ പറയുകയല്ലാതെ നിങ്ങൾക്കൊന്നും ക്ലിയർ ആവില്ല. നിങ്ങൾ ഫോർമാറ്റ് വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും, ഒക്കെ പറ്റും. ആദ്യം ബൈ ഹാർട്ടായിട്ട് പഠിക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് എഴുതി നോക്കുക. അതിനുശേഷം ഓരോ സെൻറ്റൻസ് വരുമ്പോൾ അത് ഏതാണ് ടെൻസ് എന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. പിന്നെ ഓരോ സെൻറ്റൻസ് വരുമ്പോൾ ഏതാണ് ടെൻസ് എന്ന് ചിന്തിച്ച് നോക്കുക. അങ്ങനെയൊക്കെയാണ് ഇത് പഠിക്കേണ്ടത്.